ഹലോ ഗൈസ്, ഞാനും എസാപ്പയും ചേച്ചിയും കൂടി ഒന്ന് ഹോമിയോ വരെ പോവാണ്. ചേച്ചിയുടെ കണ്ണിലെ ഒരു കുരു പോലെ കണ്ണിന്റെ സൈഡിലായിട്ട് വീർത്തിരിപ്പുണ്ട്. കുരുവാണോ അതോ എന്തെങ്കിലും കടിച്ചാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ ജസ്റ്റ് അതൊന്നും കൊണ്ട് കാണിച്ചിട്ട് വരാമെന്ന് ഓർത്തു. അപ്പൊ ഞങ്ങൾ മൂന്നുപേരും കൂടി പോകാനുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. എസാപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും, ഞങ്ങൾ പിടിച്ച് കയ്യിലെടുക്കും. പിന്നെ നുളഞ്ഞ് താഴെ പോകും, പിന്നെ ഞങ്ങൾ പിടിച്ച് കയ്യിലെടുക്കും. സോ ഞങ്ങളിത് ഹോമിയോ ഹോസ്പിറ്റലിൽ എത്തി. ഇതാണ് ചേച്ചിയുടെ കണ്ണ്. കണ്ട എന്താണ്, കടിച്ചതാണോ അല്ലെങ്കിൽ കുരുവാണോന്ന് അറിയാൻ മേല. രാവിലെ എണീറ്റപ്പോൾ നല്ല നീര് വെച്ചെടുക്കുമായിരുന്നു. അങ്ങനെ എസാപ്പി ഇതേ ഓരോ കളിയൊക്കെ കളിക്കുവാണ്. ഞങ്ങൾ എന്തായാലും ഇന്നിപ്പോൾ ഹോമിയോ ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തേക്കും വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. നമുക്ക് കാണിച്ചിട്ട് ഒത്തിരി പോസ്റ്റ് അടിക്കാതെ കാണിച്ചിട്ട് പോരാനായിട്ട് പറ്റി. അപ്പോൾ എസാപ്പിയുടെ അതേ കുറച്ച് വികൃതികളാണ് ഈ കാണുന്നത്. അപ്പോൾ ചീട്ടെടുക്കാൻ വേണ്ടി വെച്ച പൈസയൊക്കെ എടുത്ത് കസേരയിലൊക്കെ ഇട്ട് എന്തോ ഒക്കെ കളിക്കുവാണ്. ആള് കളിക്കുന്നതിന്റെ ഇടക്ക് നമ്മള് ആ പൈസ വാങ്ങിക്കുകയും കസേര മാറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. അതുകൊണ്ട് പിന്നെ നമ്മളും കൂടിയിരുന്ന് കളിച്ച് കുറെ നേരം അങ്ങനെ വികൃതിയൊന്നും ഇല്ലാതിരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും വികൃതി തുടങ്ങി. അങ്ങനെ പിന്നെ കാറ്റ് ഫാനൊക്കെ കാണിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയത്. ചൂടും ഉണ്ടായിരുന്നപ്പോ കാറ്റും കൊള്ളാം, കൊച്ചിന് ഒരു എന്റർടൈൻമെന്റും ആകുമെന്ന് വിചാരിച്ച് അവിടെ പോയി ചേച്ചിയും കൊച്ചും കൂടി കുറച്ചു നേരം ഇരുന്ന്. അങ്ങനെ പിന്നെ വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കും ചേച്ചിയുടെ മടി കിടന്ന് ഭയങ്കര ഗുസ്തി. ഇപ്പുറത്തെ കസേരയിൽ ഇരുന്നിട്ട് അപ്പുറത്തെ കസേര കയറണം, അവിടെ നിന്ന് തലകുതി താഴ്ത്തി വീഴണം. എനിക്കറിയാൻ പറ്റില്ല കൊച്ചിന് എന്താണ് ഉദ്ദേശിക്കണതെന്ന്. കുറെയൊക്കെ എന്തോ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങള് കാണിച്ച് ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും മരുന്ന് കൊടുത്തിട്ട് അത് കഴിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞു, മാറിയില്ലെന്നുണ്ടെങ്കിൽ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓർത്ത് ഏതായാലും ഇവിടെ വരെ വന്നേല്ലേ, അപ്പൊ തങ്കിപ്പിള്ള കർത്താനെ കാണാതെ പോണത് ശരിയല്ലല്ലോ. പിന്നെ അതുപോലെ കൊച്ചിന് ഒരു നേർച്ച ഉണ്ടായിരുന്നു. ഇവിടുത്തെ മെയിൻ നേർച്ച എന്ന് പറയുന്നത് പിടിയേരി നേർച്ചയാണ്. അപ്പൊ നേർച്ച ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതേ പള്ളിയിലോട്ട് വന്ന്. അങ്ങനെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് തങ്കേപ്പള്ളി. അപ്പോൾ ഇതാണ്. അപ്പൊ പക്ഷെ ഫുള്ള് എനിക്ക് കാണിക്കാനൊന്നും പറ്റിയില്ല. അന്ന് ഭയങ്കര വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് ഭയങ്കര തിരക്കും ആളും ബഹളവും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഫുള്ളൊന്നും കാണിക്കാൻ പറ്റില്ല. ഇന്ന് ഭയങ്കര ശാന്തമായിരുന്നു പള്ളിയിൽ. അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇവിടെയാണ് നമ്മുടെ പിടിയേരി, അതുപോലെ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കള്, പായസം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടണം. നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ചേച്ചി ഫുഡ് കഴിക്കുമായിരുന്നു. അതുകൊണ്ട് അത് കുറച്ചു നേരത്തേക്ക് അടച്ചിട്ടേക്കായിരുന്നു. അങ്ങനെ നമ്മള് ആരാധന ചാപ്പലിൽ വന്ന് കുറച്ചു നേരം ഇത് പ്രാർത്ഥിച്ച്. അധികം ആരും ഇല്ലായിരുന്നു. അധികമൊന്നല്ല, ആരും തന്നെ ആരാധന ചാപ്പലിൽ ഇന്നില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. നമുക്ക് എപ്പോ വേണമെങ്കിലും ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും വന്നിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിത് ഇതാണ് പിടിയേരി നേർച്ച. തങ്കേപ്പള്ളിയിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള നേർച്ച പിടിയേരി നേർച്ചയാണ് കേട്ടാ. കാരണം തങ്കേപ്പള്ളിയിലെ കർത്താവിന്റെ അത്ഭുത രൂപം വാങ്ങിച്ചത് പണ്ട് കാലത്ത് ഈ അമ്മച്ചിമാരൊക്കെ പിടിയേരി ഓരോ വീട്ടിൽ നിന്നും പിടിയേരി സമർപ്പിച്ച് അത് വിറ്റ പൈസക്കാണ് കർത്താവിന്റെ രൂപം വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കർത്താവിന്റെ പെണ്ണുങ്ങളുടെ മുടി വളരണ പോലെ അത്രയും ഓരോ വർഷം കൂടുന്തോറും നീണ്ടു വളരണമെന്നാണ് പറയണത്. അങ്ങനെ നമ്മള് പിടിയേരി വാങ്ങിച്ചിട്ട് ഇവിടെ ഒരു ഇത് സ്റ്റാൻഡ് പോലെ ഉണ്ട്. ആ സ്റ്റാൻഡ് പുറത്ത് വെച്ച് നമ്മൾ കർത്താവിലേക്ക് ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ആ സ്റ്റാൻഡിന്റെ പുറത്ത് നമ്മൾ പിടിയേരി വെക്കണം. അതിൻ്റെ അകത്തുള്ള എണ്ണയും പിന്നെ ചെറിയൊരു പെട്ടിക്കകത്ത് അരിയും ഉണ്ട്. അത് നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകും. പിന്നെ കർത്താവിന്റെ ഒരു പ്രാർത്ഥനയുടെ ഒരു ചെറിയൊരു കാർഡ് പോലെ ഉണ്ട്. അത് നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാം. അവിടെ വെച്ച് നമുക്ക് എണ്ണയും അരിയും ഒക്കെ ഉപയോഗിക്കും. കർത്താവിന്റെ ആ പ്രാർത്ഥനയുടെ ചെറിയൊരു കാർഡ് നമുക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതാണ് നമ്മുടെ തങ്കിപ്പള്ള അൾത്താര. പണ്ടുകാലം തുടങ്ങിയുള്ള പള്ളി ആയതുകൊണ്ട് അത്രയധികം പഴക്കം നമ്മുടെ അൾത്താരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് തങ്കിപ്പള്ളി വന്ന് പ്രാർത്ഥിച്ച തീരാത്ത ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഇവിടെ വന്ന് സമാധാനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാം. ഇന്നിപ്പോ നമുക്ക് ഭയങ്കര ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാരോ അങ്ങനെ തിക്കും തിരക്കോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അതുപോലെ എല്ലാ പുണ്യാളന്മാരുടെയും രൂപവും ഇതുപോലെ രണ്ട് സൈഡിലായിട്ട്, പള്ളിയുടെ രണ്ട് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. ഗീവർഗീസ് പുണ്യാളുടെ, അന്തോണീസ് പുണ്യാളുടെ, മാതാവിന്റെ എല്ലാവരുടെയും രൂപങ്ങള് ഇങ്ങനെ നമ്മുടെ പള്ളിയുടെ രണ്ട് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവരുടെയും ചെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇന്നിപ്പോ വെള്ളിയാഴ്ച അല്ലാത്തത് കൊണ്ട് പള്ളിയിൽ ഒത്തിരി തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ടൂറിസ്റ്റ് ആൾക്കാർ കർത്താനെ കാണാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഒത്തിരി ഭയങ്കരമായിട്ടുള്ള തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എസ്ആർപിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇത്രയും പള്ളി മൊത്തം ചുറ്റി നടന്ന് കൊച്ചി ഇതുവരെ കണ്ടിട്ടില്ല. എപ്പോ വന്നാലും ഒരുപാട് ആൾക്കാരായിട്ട് ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് ഇന്ന് എസ്ആർപിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഓടി നടന്ന് പള്ളി ചുറ്റിലും കാണുവാണ്. അപ്പൊ നേർച്ച ഉണ്ടായിരുന്നു എസ്ആർപിക്ക്. നേർച്ച
നേർച്ചയും നമ്മൾ നേർച്ച കൊണ്ട് യേശാപ്പിക്ക് വേണ്ടിയിട്ട് നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കർത്താവിന് വെച്ച് അത് യേശാപ്പി കഴിച്ചിട്ട് നടപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് നേർച്ചകളെല്ലാം കഴിഞ്ഞ് കർത്താവിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇതേ വീട്ടിലോട്ട് പോകാനുള്ള പോക്ക. യേശാപ്പിയുടെ ഭാഷയിൽ എന്തൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എനിക്കും ചേച്ചിക്കും ഒന്നും മനസ്സിലാവണില്ല. എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു കൊച്ച്. അപ്പൊ ശരിക്കും ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് വശം കേട്ടോ. പിന്നെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ആരാധന ചാപ്പലിന്റെ സൈഡിലായിട്ട് മദർ തെരേസ അമ്മയുടെ ഫോട്ടോ ഈ രൂപമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ വീഡിയോയിലേക്ക് പോകുകയാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ.